ഹായ് എവരിവൺ, കിയോറ. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വൈകിട്ടത്തെ കിടിലം ഗെയിമൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ സമയമായി. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഹാലോവിൻ പാർട്ടി ആഘോഷിക്കാൻ. വെൽക്കം. ഇവരെന്ത് കണ്ടിട്ട് ഈ പേടിക്കുന്നതെന്ന് മനസ്സിലായോ? കൂട്ടുകാർ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ചെറിയ ഫേസ് പെയിൻ്റ് ഒക്കെ ചെയ്ത് ഇവരെ പേടിപ്പിക്കാനായിട്ട് റെഡി ചെയ്യുന്നു. ഹാലോവിനല്ലേ, കുറച്ച് ഫണ്ണായിക്കോട്ടെ. കൂട്ടുകാർ ഓരോരുത്തരായി വീട്ടിലേക്ക് വന്നു തുടങ്ങി. ഫുഡും ഡ്രിങ്ക്സും ലൈറ്റ്സും ക്യാൻഡിൽസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫേസ് പെയിൻറ്റും ഉണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയ ശേഷം നമ്മൾ എല്ലാവർക്കും ചെറിയ മുഖത്തൊക്കെ ഓരോ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കേക്കും കൊണ്ടാണ് എല്ലാവരും വന്നത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ചെറിയൊരു കേക്കും മുറിച്ച് നമ്മൾ നമ്മുടെ ആഘോഷം തുടങ്ങി. ജോലിയുടെ തിരക്കും സ്ട്രെസ്സും എല്ലാം കഴിഞ്ഞ് വല്ലപ്പോഴുമാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. ആ സമയം നമ്മൾ അടിച്ചു പൊളിക്കും. ഈ ലോങ് വീക്കെൻഡിൽ ഹാലോവിൻ പാർട്ടി ഒന്നും പുറത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ആഘോഷിക്കുമെന്ന് വിചാരിച്ചത്. ഹാലോവിൻ ശരിക്കും ആഘോഷിക്കുന്നത് ഒക്ടോബർ എൻഡിലായിരുന്നു. അന്നൊരു ലോങ് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ അത് ആഘോഷിച്ചു. ഇനി ഈ രാത്രി മുഴുവൻ പാട്ടും ഡാൻസും ചിരിയും ബഹളവും ഒക്കെ ആയിരിക്കും. രാവിലെ എണീറ്റപ്പോൾ അതാ കിടിലം വെയിൽ, പുറത്തു പോകാൻ പറ്റിയ കാലാവസ്ഥ. അപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് മുറുവായി ബീച്ചിൽ പോകാമെന്ന്. മുറുവായി ബീച്ച് നല്ല കറുത്ത മണലിനും ഒരുപാട് ക്ലിഫുകൾക്കും നല്ല വ്യൂ പോയിന്റുകൾക്കും പിന്നെ ഗ്യാനറ്റ് എന്ന പക്ഷികൾക്കും പേരുകേട്ടൊരു ബീച്ചാണ്. ഇവിടുന്നാണ് ഏറെക്കുറെ ഒരു മണിക്കൂർ ദൂരം കാണും മുറുവായി ബീച്ചിലേക്ക്. പക്ഷേ ബീച്ചിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. അതും നല്ല ഫുഡ് വേണം, വയറ് നിറച്ചും കഴിക്കണം. എന്നാ വിചാരിച്ചു നമുക്ക് കേരള ഫുഡ് തന്നെ കഴിക്കാമല്ലോ, നാട്ടിലെ ടേസ്റ്റും ആവും. നല്ല നാടൻ ഫുഡ് കഴിക്കാനുള്ള കൊതി കൊണ്ട് നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോയി. അങ്ങനെ പോകുന്ന വഴിയിലുള്ള ഒരു മലയാളി കടയിൽ നമ്മൾ നിർത്തി. നല്ല വിശന്നിരിക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഫുഡ് ഭയങ്കര താമസം വരാനായിട്ട്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. ആദ്യം വന്നത് കുഴിമന്തിയാണ്. നല്ല മന്തി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ബിരിയാണി വന്നു, ചിക്കൻ ബിരിയാണിയും അടിപൊളിയായിരുന്നു. പിന്നെ ബീഫ് ചില്ലി പൊറോട്ട വന്നു. അത് തരക്കേടില്ല, എന്നാൽ കിടിലമൊന്നും ഞാൻ പറയത്തില്ല. ബാക്കിയുള്ളവരുടെ ഫുഡ് വരാൻ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്തു, വീണ്ടും 1/2 മണിക്കൂറോളം. അങ്ങനെ പൊതിച്ചോറും ഫിഷ് മീൽസും വന്നിരിക്കുന്നു. പക്ഷേ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുഡിൻ്റെ പോർഷനും കുറവാണ്, ടേസ്റ്റും അത്ര കിടിലമല്ല. നമ്മൾ ഇതിലും നല്ലത് ഓക്ലൻഡിൽ തന്നെ വേറെ സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ട്. അത് നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് പോയതുകൊണ്ടും 1-2 ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ഇന്നത്തെ ഫുഡടി അത്ര കിടിലമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കടയുടെ പേരും ഞാൻ പറയുന്നില്ല. ഇനി എന്തായാലും ഇവിടെ വന്ന് ഡൈനിൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ബിരിയാണിയും മന്തിയും ടേക്ക് അവേ ചെയ്യാം. അടിപൊളിയായിരുന്നു, അത് കുറ്റം പറയാൻ പറ്റില്ല. സൂപ്പർ ബിരിയാണിയായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി ഒരു 40 മിനിറ്റൂടെ യാത്രയുണ്ട്. മുറുവായി ബീച്ചിലേക്കുള്ള യാത്ര നല്ല മനോഹരമാണ്. 2 സൈഡിലും മൊട്ടക്കുന്നുകളും ഫാം ലാൻഡ്സുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു യാത്ര. മുറുവായി ഒരു റീജിയണൽ പാർക്കും കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട്, പിക്നിക് സ്പോട്ടുകളുണ്ട്. ഫാമിലിയായി വന്ന് റിലാക്സ് ചെയ്യുന്നവരെ കാണാം, പിക്നിക് ആഘോഷിക്കുന്നവരെ കാണാം, വായിക്കുന്നവരെ കാണാം, പടം വരയ്ക്കുന്നവരെ കാണാം. ഇങ്ങനെ ഒരുപാട് പേര്. നമുക്ക് മുന്നേ പോയ കൂട്ടുകാരെ കാണുന്നില്ല. നമ്മൾ വഴിതെറ്റി വേറൊരു പാർക്കിങ്ങിലാണ് കൊണ്ടിട്ടത്. ഇനി അവരെ കണ്ടുപിടിക്കാനായിട്ട് തിരിച്ചു പോകണം. അതിനു മുന്നേ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, പുറത്തോട്ടൊന്ന് ഇറങ്ങി നടക്കാമെന്ന് കരുതി. ഒന്ന് പുറത്തിറങ്ങി നടന്നിട്ട് കൂട്ടുകാരെ തപ്പി നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി. കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു. ചിരിയും ബഹളം കേൾക്കുന്ന സ്ഥലം നോക്കി നടന്നാൽ മതി. ഇനി 2 പേരൂടെ വരാനുണ്ട്. അവരെയും കാത്തിരിക്കുവാണ് ഞങ്ങൾ.
അപ്പോഴേക്കും എല്ലാവരും അവിടുത്തെ പാർക്കിലെ ഊഞ്ഞാലിലൊക്കെ കയറി കളിക്കാനും തുടങ്ങി. ഒരുപാട് കുട്ടികളും അവിടെ കളിക്കുന്നുണ്ട്. പതിയെ നമ്മൾ താഴേക്ക് ഇറങ്ങി തുടങ്ങി. താഴെ ഒരുപാട് പേരുണ്ട്. കുറച്ച് പേർ ക്യാമ്പ് ചെയ്യുന്നു, മീൻ പിടിക്കുന്നു, നീന്തുന്നു, വെയിൽ കായുന്നു, വെള്ളത്തിൽ കളിക്കുന്നു. നല്ല രസമുള്ള കാഴ്ച. ഇവിടെ പെൻഗ്വിനുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വളർത്തു മൃഗങ്ങളെ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ അവരെ കണ്ടാൽ നമ്മൾ ശല്യം ചെയ്യാനും പാടില്ല. അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണമെന്നാണ് നിയമം. ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് കയറിയാൽ ഒരു ക്ലിഫിലെത്തും. അവിടുന്ന് താഴേക്ക് നോക്കിയാൽ ഈ ഗാനറ്റ് എന്ന പക്ഷികളുടെ കോളനി കാണാൻ പറ്റും. അത് മനോഹരമായ കാഴ്ചയാണ്. അത് കാണാൻ വേണ്ടിയാണ് താഴോട്ടിറങ്ങിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ മേലോട്ട് കയറുന്ന വഴി ഇപ്പോൾ അടച്ചിട്ടേക്കുമാണ്. കഴിഞ്ഞ വർഷം സൈക്ലോൺ വന്ന് ആ വഴികളൊക്കെ ഡാമേജ് ആയിരുന്നു. അതിപ്പോൾ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അടച്ചിട്ടേക്കുന്നത്. എന്നിട്ടും വലിഞ്ഞേറി പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഗാനറ്റ് പക്ഷികളിങ്ങനെ വട്ടം ചുറ്റി പറക്കുന്നത് കാണുമ്പോൾ മുകളിലേക്ക് കയറാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരുപാട് പേർ ഇവിടെ വന്ന് റോക്ക് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. റോക്ക് ഫിഷിംഗ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇനി എങ്ങനെ നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടും എന്ന് ആലോചിച്ചപ്പോഴാണ് മറ്റൊരു വ്യൂ പോയിൻ്റ് മുകളിലുണ്ടെന്നറിയാം. അവിടെ പോകുമെന്ന് തീരുമാനിച്ചു. ഇങ്ങോട്ട് വരുന്ന വഴി മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഞാനും ഗോവിന്ദും തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ മഴ പെയ്യുമെന്നും അവൻ മഴ പെയ്യത്തില്ലെന്നുമായിരുന്നു ബെറ്റ്. എന്തായാലും ഇവിടെ എത്തിയപ്പം മഴ പെയ്തു. മഴ പെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും മുകളിലേക്ക് ഓടി. നമ്മൾ മാത്രമല്ല, ബീച്ചിലുള്ളവരും മുകളിലേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഓടി കാറിൽ കയറി വിളിച്ചിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടേക്ക് പോകാമെന്ന് കരുതിയത്. അവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ നിന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ്, തെളിഞ്ഞ ആകാശം. വീണ്ടും എക്സൈറ്റ്മെൻ്റായി. അങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു. നല്ല കിടിലൻ വ്യൂ. ഇവിടെ നിന്ന് ഗാനറ്റിൻ്റെ കോളനി നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഈ ക്ലിഫിന് മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. താഴെ കടലും ബീച്ചും ക്ലിഫുകളും ഈ പക്ഷികളും എല്ലാം കൂടെ ചേർന്ന് നല്ല മനോഹരമായൊരു വ്യൂ. ഇവിടെ നിന്ന് നൂറുകണക്കിന് ഗാനറ്റ് പക്ഷികൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ക്ലിഫിന് മുകളിൽ നിന്നുള്ള അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. നേരെ താഴെ കാണുന്ന ബീച്ചിൽ. ഇവിടുന്ന് താഴേക്കൊരു വഴിയുണ്ട്, നേരെ താഴെ എത്തും. അവിടെ ഒരു കാർ പാർക്കും ഉണ്ട്, ഒരു ടോയ്ലറ്റും ഉണ്ട്. എവിടെ പോയാലും ടോയ്ലറ്റ് ഉണ്ട്, അതൊരു വലിയ സൗകര്യമാണ്. അങ്ങനെ കാർ പാർക്ക് വണ്ടി ഇട്ടിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. അതൊക്കെ ഇറങ്ങാം. താഴേക്ക് ഇറങ്ങുന്ന വഴികളും നല്ല രസമാണ്. കല്ല് വിരിച്ച വഴികളും അതിൻ്റെ സൈഡിലെല്ലാം നല്ല ചെറിയ ചെറിയ ചെടികളും പൂക്കളും എല്ലാം ഉണ്ട്. കറുത്ത മണലാണ് ബീച്ചിന്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല പക്ഷികൾ പറന്നു നടക്കുന്നു. ഗാനറ്റ് പക്ഷികളും മറ്റ് പക്ഷികളും ഉണ്ട് ഇവിടെ. ഫോട്ടോഗ്രാഫേഴ്സ് ഗാനറ്റ് പക്ഷികളുടെ പിറകെ ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ കാണുന്ന പക്ഷികളുടെ പേരാണ് വൈറ്റ് ഫ്രണ്ടഡ് ടേൺ. ഗാനറ്റ് പക്ഷികളാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നതുമില്ല, അവരിങ്ങനെ ദൂരെ പറന്ന് നടക്കത്തുള്ളൂ. ഈ ഗാനറ്റ് പക്ഷികളെ കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതും ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സ്. നമ്മളിവിടെ വന്ന സമയത്തും ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ നമുക്കിവിടെ കാണായിരുന്നു. ജിബിനും ഐശ്വര്യം അവിടെ പട്ടം പറത്താൻ ശ്രമിക്കുകയാണ്. ഭയങ്കര കാറ്റാണ്. 2000-ന് മേലെ ഗാനറ്റ് പക്ഷികൾ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഇവർ കൂട് കൂട്ടുന്നതാണ്. അടുത്തടുത്തായി നിരവധി കൂടുകൾ, അതിലെല്ലാം കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനും മാറി മാറി കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. ഇവരിങ്ങനെ പറന്ന് നടക്കുന്നതും കൂട്ടി വന്ന് ലാൻഡ് ചെയ്യുന്നതും കാണാൻ ഭയങ്കര രസമാണ്. പറന്ന് പൊങ്ങുമ്പോഴും പറന്നിറങ്ങുമ്പോഴെല്ലാം ഇവർ കൂട്ടിയിടിക്കുന്നില്ല. അതൊക്കെ ഒരു വല്ലാത്തൊരു ഭംഗിയാണത് കാണുമ്പോൾ. ഇവരുടെ കുട്ടികൾ വളരുമ്പോൾ ഇവിടുന്ന് പറന്ന് ടാസ്മാൻ സീ വഴി ഓസ്ട്രേലിയ വരെ പോകുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് ഇവിടെ വരുന്നു. പിന്നെ അവരുടെ കുട്ടികളും ഇത് തന്നെ ചെയ്യുന്നു. ഇങ്ങനൊരു സൈക്കിളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ ഗാനറ്റ് പക്ഷികൾ ഇര പിടിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. കടലിൽ ഡോൾഫിൻസിൻ്റെ കൂടെ ചേർന്നാണ് ഇവർ മീനുകളെ പിടിക്കുന്നത്. അത് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മുടെ കൂട്ടുകാരാകട്ടെ കടൽ തീരത്ത് ഓരോന്ന് എഴുതി വെക്കുന്നുണ്ട്. കടലമ്മ കള്ളി എന്നാണ് എഴുതുന്നത്. ആരോ അവിടെ ഫ്രീ പലസ്തീനും എഴുതി വെച്ചിട്ടുണ്ട്. ഗാനറ്റ് ബേഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയാണ് ഇവരെ ഇവിടെ കാണുന്നത്. ഇവിടെ മുഴുവനും ഈ പക്ഷികളായതുകൊണ്ട് ഇവരെ സംരക്ഷിക്കാനായിട്ട് ഈ ബീച്ചിലേക്ക് പട്ടികളെ കൊണ്ടുവരാൻ പാടില്ല, ഡ്രോൺ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഈ ബീച്ചിനുണ്ട്. മറ്റൊരു പ്രത്യേകത നല്ല ശക്തമായ തിരമാലകളാണ് ഇവിടെ. അതുകൊണ്ട് സർഫ് ചെയ്യാനും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടി ഇവിടെ കറങ്ങി നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കൂട്ടുകാരോടും യാത്ര പോകാനുള്ള സമയമായിട്ടുണ്ട്. നല്ല മനോഹരമായ ദിവസമായിരുന്നു ഇന്ന്. നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഇടയ്ക്കൊന്ന് മഴ പെയ്തെങ്കിലും പിന്നെ നല്ല കിടിലൻ ക്ലൈമറ്റായിരുന്നു. മഴ പെയ്തുകൊണ്ട് ബെറ്റ് ഞാൻ ജയിച്ചു. പക്ഷേ ആ ബെറ്റിനെക്കുറിച്ച് ഇപ്പം ഗോവിന്ദിന് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ എനിക്കിനി ഒന്നും കിട്ടാൻ പോകുന്നില്ല. നല്ല ബീച്ച് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷവും മലമുകളിലുള്ള കാഴ്ചകളും ക്ലിഫുകളും ഗാനറ്റ് ബേഡ്സും എല്ലാം നമുക്കൊരു പുതിയ അനുഭവം നൽകി. മുകളിലേക്കുള്ള കയറ്റം ഇച്ചിരി കഠിനമാണ്, എന്നാലും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും പോകുന്നത്. ഇനി ഇവിടുന്ന് എല്ലാവരും ഓരോരോ വഴിയിലേക്ക് തിരിയുകയാണ്. കൂട്ടുകാരോടെല്ലാം യാത്ര പറയാനുള്ള നേരമായി. നല്ലൊരു ലോങ് വീക്കെൻഡ് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് എല്ലാവർക്കും. എന്നാൽ നമുക്ക് എല്ലാവരോടും യാത്ര പറയാം. പിന്നെ നമ്മുടെ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലിവിങ് മല്ലു.